ഹായ് ലെൻ ഫോർ പീസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് വുമൺ സി പി ഐയുടെ ചോദ്യപേപ്പറിൽ നിന്നുള്ള മാത്സ് ആൻഡ് മെന്റാലിറ്റി ഭാഗത്തുള്ള 10 ചോദ്യങ്ങൾ അവിടെ ഉത്തരങ്ങളാണ്. അപ്പോൾ പരീക്ഷയെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല നിലവാരമുള്ള സ്റ്റാൻഡേർഡുള്ള ചോദ്യങ്ങളൊക്കെ ആയിരുന്നു. SCERT പാഠഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളൊക്കെ എന്തുണ്ടായിരുന്നു ഇതിൽ ഉണ്ടായിരുന്നു. ഓക്കെ, 8ാം ക്ലാസ്സിലെ SCERT പാഠഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇതിൽ കയറി വന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം ഒരു വെറൈറ്റി ചോദ്യമായിരുന്നു. 1, 5, 14 എന്ന സംഖ്യാ ശ്രേണിക്ക് പറയുന്ന പേരെന്താണ്? 1, 5, 14 എക്സെട്ര. അപ്പൊ നമുക്ക് സാധാരണ എന്താ തരുന്നത്, കുറെ സംഖ്യകൾ അല്ലെങ്കിൽ ഒരു പാറ്റേൺ തന്നിട്ട് തൊട്ടടുത്ത പദം ഏതെന്ന് ചോദിക്കുവായിരുന്നല്ലോ. എന്നാൽ ഇവിടെ അതിൽ നിന്ന് അല്പം വ്യത്യസ്തമായിട്ട് എന്ത് ആ സംഖ്യാ ശ്രേണിക്ക് പറയുന്ന പേരെന്താണ് ചോദിക്കുന്നത്. സംഖ്യാ ശ്രേണിക്ക് പറയുന്ന പേരെന്താണ്? ഓക്കെ, അപ്പൊ ഇവിടെ 1, 5, 14 മിക്കവാറും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നിങ്ങൾക്ക് എല്ലാവരും കിട്ടിയിട്ടുണ്ടാവുക. അപ്പോ 1, 5, 14 ഈ സംഖ്യാശ്രേണിയിൽ എന്തോ പ്രത്യേകത അവിടെ വ്യത്യാസത്തടാ. ഇപ്പൊ 1, 5, 14 എക്സെട്ര. ഓക്കെ, ഇവിടെ വ്യത്യാസം എത്ര? 4 കൂടി ആണല്ലോ. 4 കൂടി, അടുത്ത് 5ഉം 14 എത്ര കൂടി? 9 കൂടി. അടുത്ത് എത്രയും കൂടുന്നത്? 16 ആയിരിക്കും കൂടുന്നത്, ഇല്ലേ? 16 കൂടുന്നത് ആണല്ലോ. അപ്പോ ഇത്തരത്തില് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ 4, 9, 16. ഓക്കെ, ഈ സംഖ്യകൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഈ 4, 9, 16 എന്തോ പ്രത്യേകത? ഈ സംഖ്യകളെല്ലാം പൂർണ്ണവർഗങ്ങളാണ്, ഇല്ലേ? ഈ സംഖ്യകളെല്ലാം പൂർണ്ണവർഗങ്ങളാണ് ആണല്ലോ. അപ്പൊ ഇങ്ങനെ വരുമ്പോ ഇപ്പോ തൊട്ടടുത്ത സംഖ്യ ചോദിച്ചാൽ ഇപ്പൊ എന്ത് കേട്ടോ, ഇപ്പൊ 14 കഴിഞ്ഞിട്ട് അടുത്തൊരു സംഖ്യ ഏത് എന്ന് ചോദിച്ചാലോ അവിടെ എന്തോരും 16 കൂട്ടുക ആണല്ലോ. 16 പ്ലസ് ചെയ്യുക, എത്ര എണ്ണം? 14, 16, 30 കിട്ടും, അല്ലേ? 30 കിട്ടും. ഓക്കെ, എന്നാൽ തൊട്ടടുത്ത സംഖ്യ ചോദിച്ചാലോ വീണ്ടും 16നോട് എത്ര കൂട്ടുക? അടുത്ത് 25 കൂട്ടുക ആണല്ലോ. 25 കൂട്ടുക, എത്ര കിട്ടും? 55 കിട്ടും. ഓക്കെ, എന്നാൽ നമുക്ക് ഇവിടെ വേണ്ടത് എന്താണ്? ഈ സംഖ്യാശ്രേണി പറഞ്ഞ പേരെന്താണ്? ഓക്കെ, അപ്പൊ അതിന് മുമ്പ് ഈ ത്രികോണ സംഖ്യകൾ എന്നാണെന്ന് പറയാം. ത്രികോണ സംഖ്യ എന്നാണെന്ന് പറയാം. ഈ ത്രികോണ സംഖ്യകൾ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ സാധാരണ ഈ മുത്തുകളൊക്കെ ഉപയോഗിച്ചത് എന്താ അറേഞ്ച് ചെയ്യുമല്ലോ. ഒരു ഡോട്ട് ഇട്ടു, ഓക്കെ, അടുത്ത് ഒരു ഡോട്ട്, അടുത്ത നമ്മൾ ത്രികോണം പോലെ കണ്ടോ നമ്മൾ ഫോം ചെയ്യില്ലേ. ഓക്കെ, അടുത്ത് എന്ത് ചെയ്യും? അടുത്ത് ഫസ്റ്റ് ലൈനിൽ 1, അടുത്ത് 2 എണ്ണം, അടുത്ത എണ്ണം 3 എണ്ണം. കണ്ടോ, ഒരു ത്രികോണം പോലെ നമ്മൾ ഫോം ചെയ്യുന്നത്, അല്ലേ? അപ്പൊ ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ടോ നമ്മൾ ഫോം ചെയ്ത് പോകുന്നതാണ് എന്ത്, ഇത്തരത്തില് സംഖ്യകൾ അല്ലെങ്കിൽ എന്താ പറയാ ത്രികോണത്തിലെ എണ്ണമായിട്ട്. ഓക്കെ, അതായത് ഒരു ത്രികോണമായിട്ട് ഒരു ഫോം ചെയ്യാൻ കഴിയുന്ന സംഖ്യകളുണ്ടല്ലോ, അതിന്റെ ആകെ എണ്ണമാണ് നമ്മൾ ത്രികോണ സംഖ്യ എന്ന് പറയുന്നത്. ഓക്കെ, ത്രികോണ സംഖ്യ. അതായത് ഇപ്പോ ഏതൊക്കെ വരാം? ഫസ്റ്റിൽ 1 ഉള്ളൂ, 1 വരാം. അടുത്തല്ലോ 3, ഇല്ലേ? 3 വരാം. അടുത്തോ 1, 3, 6, അല്ലേ? 6 വരാം. അടുത്തോ 3, 6, 10 വരാം. ഓക്കെ, എക്സെട്ര. അപ്പോ 1, 3, 6, 10 ഇതാണ് ഇത് അവിടുത്തെ പൂർണ്ണസംഖ്യ എന്ന് പറയുന്നത്. ഓക്കെ, പൂർണ്ണസംഖ്യ എന്ന് പറയുന്നത് ഓർമ്മയോടെ. ഓക്കെ, അടുത്ത് എന്താണ്? സമചതുര സംഖ്യകൾ. സമചതുര സംഖ്യകൾ ഇതൊക്കെ മിക്കവാറും ആൾക്കാർ പുതുതായിട്ട് കേൾക്കുന്ന കാര്യങ്ങളായിരിക്കും കേട്ടല്ലോ. അപ്പൊ ത്രികോണ സംഖ്യകൾ നമുക്ക് ഇപ്പൊ പറഞ്ഞപ്പം കിട്ടി. ഓക്കെ, ഈ ഒരു ഓർഡറിൽ പോകുന്നത്. അതായത് ഫസ്റ്റിൽ എന്ത് ചെയ്യും? ഒരെണ്ണം വരും, അടുത്ത് 2 എണ്ണം കൂടും, അടുത്ത് 3 എണ്ണം കൂടും, 4 എണ്ണം കൂടും, 5 എണ്ണം കൂടും, 6 എണ്ണം കൂടും. ഇങ്ങനെ എന്ത് ചെയ്യും? കൂടി 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 എന്ത് ചെയ്യും? പോവും. അതാണ് ത്രികോണ സംഖ്യകൾ പറയണ്ടല്ലോ. ഓക്കെ, ആദ്യം 2 കൂടി, അടുത്ത് 3 കൂടി, 4 കൂടി, അടുത്ത് 5 കൂടി, അങ്ങനെ പോവും. ഓക്കെ, ഇനി സമചതുര സംഖ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എന്താ, നമ്മുടെ പൂർണ്ണവർഗ സംഖ്യ ഉണ്ടല്ലോ, ഈ പൂർണ്ണവർഗം അത് പെർഫെക്റ്റ് സ്കോർ എന്ന് പറയും ആണല്ലോ. പെർഫെക്റ്റ് സ്കോർ എന്ന് പറയും പൂർണ്ണവർഗ സംഖ്യ. ഓക്കെ, ആ സംഖ്യകളാണ് നമ്മൾ സമചതുര സംഖ്യ എന്ന് പറയുന്നത്. അതായത് എന്താ പറയാ 1, 2, 4, 9, 16, 25 ഇങ്ങനത്തെ സംഖ്യകളുണ്ടല്ലോ.
അത് ഒരു സംഖ്യ മറ്റൊരു സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്നത് അല്ലേ, അതാണ് പൂർണ്ണവർഗം എന്ന് പറഞ്ഞത് ആണല്ലോ. അപ്പൊ ഇത്തരത്തിലുള്ള പൂർണ്ണവർഗ സംഖ്യകളാണ് നമ്മൾ എന്ത് പറയുന്നത്, സമചതുര സംഖ്യകൾ എന്ന് പറയുന്നത്. കിട്ടോ? ഓക്കെ. അപ്പൊ ത്രികോണ സംഖ്യകൾ കിട്ടി, സമചതുര സംഖ്യകളും കിട്ടി ആണല്ലോ. ഓക്കെ. ഇപ്പൊ ത്രികോണ സംഖ്യ എന്ന് പറയുമ്പോൾ ഇതേപോലെ എന്ത് ചെയ്തു, ആദ്യം ഇപ്പൊ 1, അടുത്ത 2 കൂടി, 3 കൂടി, 4 കൂടി, 5 കൂടി, ഇങ്ങനെ എന്ത് കൂടി കൂടി പോകും. ഓക്കെ. എന്നാലോ അത് സമചതുര സംഖ്യ എന്ന് പറയുമ്പോ അവിടെ എന്ത് വരും, സമചതുര സംഖ്യ എന്ന് പറയുമ്പോൾ അവിടെ എന്ത് ചെയ്യും, അവിടെ പൂർണ്ണവർഗ സംഖ്യകളാണ്. ഓക്കെ. അപ്പൊ ഇവിടെ കണ്ടോ, ഇവിടെ പൂർണ്ണവർഗ സംഖ്യകൾ വ്യത്യാസമായിട്ടാണ് വരുന്നത്. കണ്ടല്ലോ, 4, 9, 16, അടുത്ത 25 കൂട്ടും ആണല്ലോ, അടുത്ത് 36 കൂട്ടും, ഇങ്ങനെ പോകും അല്ലോ, അവിടെ വ്യത്യാസമായിട്ടാണ് വരുന്നത്. ഓക്കെ. അപ്പൊ ഇത്തരം സംഖ്യകൾ വിളിക്കുന്ന പേരാണ് സ്തൂപിക സംഖ്യകൾ. കേട്ടല്ലോ, സ്തൂപിക സംഖ്യകൾ എന്ന് പറയാം. ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ ഈ 3 നമ്പേഴ്സ് എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചിരിക്കുക. ചതുർമുഖ സംഖ്യകൾ അങ്ങനെ ഞാൻ ആദ്യം കേട്ടിട്ടില്ല കേട്ടോ, അങ്ങനെ സംഖ്യ ഉണ്ടെന്ന് തോന്നില്ല, അറിയത്തില്ല കേട്ടല്ലോ, ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല അധികം. ഈ 3 പേരുകളെ ഞാൻ കേട്ടിട്ടുള്ളൂ. ഓക്കെ. അപ്പൊ 3 പഠിച്ചു വെച്ചിരിക്കുക. ത്രികോണ സംഖ്യകൾ, സമചതുര സംഖ്യകൾ, പിന്നെന്താ സ്തൂപിക സംഖ്യകൾ. കേട്ടല്ലോ. അപ്പൊ ത്രികോണ സംഖ്യകൾ എന്ന് വെച്ചാൽ എന്താ, ഇപ്പൊ ഒന്നാണെങ്കിൽ അത് എത്ര, 2 കൂടി, 3 കൂടി, 4 കൂടി, 5 കൂടി, അങ്ങനെ കൂടി കൂടി പോകും ആണല്ലോ, എണ്ണൽ സംഖ്യകൾ കൂട്ടി കൂട്ടി പോകും. അടുത്ത സമചതുര സംഖ്യ എന്ന് പറയുമ്പോൾ പൂർണ്ണവർഗ സംഖ്യയാണ്. ഓക്കെ. അടുത്ത ഈ പൂർണ്ണവർഗങ്ങൾ വ്യത്യാസമായിട്ട് വരുന്നതാണ് എന്ത്, സ്തൂപിക സംഖ്യ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? കിട്ടുമല്ലോ. ഓക്കെ. അപ്പോ അടുത്ത ചോദ്യം 3 സംഖ്യകളുടെ തുക 572. ഒന്നാമത്തേത് രണ്ടാമത്തേതിന്റെ ഇരട്ടിയാണ്, മൂന്നാമത്തേത് ഒന്നാമത്തേതിന് 3/1 എങ്കിൽ അവയിൽ ഒരു സംഖ്യ താഴെ പറഞ്ഞാൽ ഏതെന്നാണ്. ഇവിടെ 3 സംഖ്യകളുണ്ട് ആണല്ലോ, അവിടെ തുക 572 എന്നുണ്ട്. ഒന്നാമത്തേത് രണ്ടാമത്തേതിന്റെ ഇരട്ടി എന്നുണ്ട്. ഓക്കെ. അതായത് രണ്ടാമത്തെ സംഖ്യ എക്സ് എടുത്ത് ആണല്ലോ, ഒന്നാമത്തേത് രണ്ടാമത്തേതിന്റെ ഇരട്ടി എന്നാണ് ആണല്ലോ. അപ്പം രണ്ടാമത്തെ സംഖ്യ അറിയാമെങ്കിൽ അതിന്റെ ഇരട്ടി എടുത്താൽ നമുക്ക് എന്ത് കിട്ടും, ഒന്നാമത്തെ കിട്ടും ആണല്ലോ. രണ്ടാമത്തിന്റെ ഇരട്ടിയാണ് ഒന്നാമത്തത് ആണല്ലോ. അപ്പൊ രണ്ടാമത്തെ അറിയാമെങ്കിൽ ഒന്നാമത്തത് ഇരട്ടി എടുത്താൽ മതി. അപ്പൊ രണ്ടാമത്തത് അറിയാമെങ്കിൽ അപ്പൊ അതെന്ത് ചെയ്യുക, എക്സ് ആയിട്ട് എടുക്കുക. ഓക്കെ. അപ്പൊ ഒന്നാമത്തെ എന്താ, അതിന്റെ ഇരട്ടിയില്ലേ, എന്ത് വരും, 2x എന്ന് വരും, 2x എന്ന് വരും. ഓക്കെ. ഇനി മൂന്നാമത്തേത് ഒന്നാമത്തേതിന്റെ 3/1. ഒന്നാമത്തേതിന്റെ 3/1 എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ സംഖ്യ 2x ആണ്, അതിന്റെ 3/1, 3 ഭാഗ്യ അതിന്റെ 3/1. അപ്പൊ ഇതാണ് എന്ത്, 3 സംഖ്യകൾ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഈ 3 സംഖ്യകളുടെ തുക എത്ര എന്നുണ്ട്, 572 എന്നുണ്ട്, 572 എന്നുണ്ട്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവയിൽ ഒരു സംഖ്യ താഴെപ്പെടുന്ന ഏതെന്നാണ് ആണല്ലോ. ഒരു സംഖ്യ താഴെപ്പെടുന്നതിൽ ഏതെന്നാണ്. അപ്പൊ ഇത് ഓരോന്നായിട്ട് കൂട്ടുക. ഓക്കെ. ഇവിടെ 2x, എക്സ് എത്ര, 3x പ്ലസ് 2x/3 സമം 572. ഒന്ന് ക്രോസ് ചെയ്യാം, ഇവിടെ നിന്ന് ഇങ്ങനെ ഉണ്ടൊന്ന് ക്രോസ് ചെയ്യാം. 3 × 3 എത്ര, 9x പ്ലസ് 2x/3 ദ ഹോൾ ഡിവൈഡ് ബൈ 3 സമം എത്ര, 576. ഇനി 9x പ്ലസ് 2x എത്ര ഇട്ടൂടാ, 11x. ഓക്കെ. 11x ഈക്വൽ ടു ഈ ബൈ 3 നേരെ അപ്പുറത്തുണ്ട് കേട്ടോ, 576 ഇൻറ്റു 3. ഓക്കെ. ഇനി എക്സ് കാണാൻ വേണ്ടി എന്ത് ചെയ്യുക, 576 ഇൻറ്റു 3/11 വരും. ഓക്കെ. 11 പോകത്തില്ലല്ലോ, പോയിന്റ് വരൂ, ഒന്നാമത്തെ 3 ഓക്കെ. 2x 3x 3 3 9 9 2 11x 572. സോറി, 572 ആണ്. സോറി 572 എന്നാണ്. ഓക്കെ. 572. അപ്പോ 572 ഇൻറ്റു 3 എന്ന് വരും. അപ്പൊ എക്സ് സമം 572 ഇൻറ്റു 3/11. ഓക്കെ. 11 കൊണ്ട് വെട്ടിച്ച് ചെയ്യാം ഒരു പ്രാവശ്യം. ഇവിടെ 57 5 പ്രാവശ്യം, 55 2 22 2 പ്രാവശ്യം, 52 × 3 1 കിട്ടും. ഓക്കെ. അപ്പൊ എക്സ് ഈക്വൽ ടു 52 × 3 ചെയ്യുമ്പോൾ എത്ര, 6 5 15 156 കിട്ടി. ഓക്കെ.
അപ്പൊ എക്സ് എത്രടാ 186 കിട്ടി ആണല്ലോ. അത് എന്തായാലും ഓപ്ഷനിൽ ഇല്ല. ഓക്കെ, 186 അപ്പോൾ നമുക്കിവിടെ ചോദിച്ചുള്ള അവയിൽ ഒരു സംഖ്യ എന്നാണ് ആണല്ലോ. അപ്പം ഈ മൂന്നെണ്ണത്തിൽ ഏതോ ഒരെണ്ണമാണ് ചോദിച്ചുള്ളത്. അപ്പൊ 186 നമുക്ക് ആ രണ്ടാമത്തെ സംഖ്യയാണ്, പക്ഷെ അതില്ല. അടുത്ത് ഇതിനെ ഇരട്ടി എടുത്താലോ? ഒന്നാമത്തെ സംഖ്യ ആദ്യത്തെ സോറി ഒന്നാമത്തെ രണ്ടാമത്തെ ഇരട്ടി എന്നല്ലേ? അപ്പൊ എന്ത് ചെയ്യാ, ഇതിന്റെ ഇരട്ടി എടുക്കാം. ഇരട്ടി എടുത്തെങ്കിൽ എന്തില്ല, വരത്തില്ല. 150 സംതിങ് ഇല്ലേ, 156 അപ്പൊ അതിന്റെ ഇരട്ടി എടുത്ത് എന്ത് വരും ഇടാം? 300 മേലെ പോകും നല്ലോ. അപ്പം അതും ഇല്ല. ഓക്കെ, ഇനി അടുത്ത് എന്തുകൊണ്ട് പിടിക്കുക? 2x/3 പിടിക്കാം. അപ്പൊ 2 × 156/3 വെട്ടി ചെയ്യാം. 5 പ്രാവശ്യം 3 5 2 52. ഓക്കെ, ഇൻറ്റു ചെയ്യുമ്പോൾ 4 5 10 104 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ 104 ഇവിടെ ഉണ്ട്, കണ്ടല്ലോ. ഓക്കെ, അപ്പോ ഒന്നാമത്തെ രണ്ടാമത്തിന്റെ ഇരട്ടി എന്നുണ്ട് ആണല്ലോ. പിന്നെ മൂന്നാമത്തത് ഒന്നാമത്തിന് 3-1 ഓക്കെ, എന്നിട്ട് ഈ 3 സംഖ്യയുടെ തുകയാണ് 572 ആണല്ലോ. അപ്പോ ഇനി എന്ത് ചെയ്യാ, അവിടെ 2x + x 3x ആയി. ക്രോസ് ചെയ്ത് എന്ത് ചെയ്യാം, അപ്പം 9x ഉണ്ടാവും. 9x 2x 11x/3 എന്ന് വരും ആണല്ലോ. പിന്നെ 3 അപ്പുറത്ത് കൊണ്ടുമ്പോ ഇൻറ്റു ആയി. ഇവിടെ 11x ഇല്ലേ, ഇവിടെ 11x 11 നേരെ ഇപ്പുറത്ത് കൊണ്ടുവരിക. ഓക്കെ, ഈ 3 അപ്പുറത്ത് പോകുമ്പോൾ ഇൻറ്റു ആയി. 11 നേരെ താഴെ വന്നു കണ്ടല്ലോ. ഓക്കെ, എന്നിട്ട് 5 x കൊണ്ട് പിടിക്കാം. എന്നിട്ട് ബാക്കി 3 സംഖ്യ കൊണ്ട് പിടിക്കാം. x 156 ആണെങ്കിൽ അത് അതിന്റെ ഇരട്ടിയാണ് ഒന്നാമത്തത് ആണല്ലോ. 156 ഇരട്ടി എത്ര? 312 കിട്ടും. അത് ഓപ്ഷനിലില്ല കണ്ടല്ലോ. അപ്പൊ 2x/3 കണ്ടുപിടിക്കാം. അപ്പൊ 104 ഉണ്ട്. ഓക്കെ, അപ്പൊ അതായിരിക്കും ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം. എ ബി സി എന്നിവർക്ക് യഥാക്രമം 20 30 60 ദിവസങ്ങളിൽ ഒരു ജോലി ചെയ്യാൻ കഴിയും. ഓരോ 3-ാം ദിവസവും ബി സി എന്നിവർ സഹായിച്ചാൽ എക്ക് എത്ര ദിവസത്തിനുള്ളിൽ ജോലി പൂർത്തിയാക്കാൻ കഴിയുന്നതാണ്? ഓക്കെ, അപ്പോ എ ബി സി 3 പേരുണ്ട് ആണല്ലോ. എ ബി സി 3 പേരുടെയും 3 പേര് 20 ദിവസം കൊണ്ട് തീർക്കുന്നു. അടുത്ത 30 ദിവസം കൊണ്ട്, അടുത്ത 60 ദിവസം ഉണ്ട് ആണല്ലോ. ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ 20 ദിവസം കൊണ്ട് എ തീർക്കും, 30 ദിവസം കൊണ്ട് ബി തീർക്കും, 60 ദിവസം കൊണ്ട് എന്ത് ചെയ്യും, സി എന്ത് ചെയ്യും, ആ ജോലി പൂർത്തിയാക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ പറഞ്ഞാൽ ഓരോ 3-ാമത്തെ ദിവസം ചെയ്യണം ബിയും സിയും സഹായിക്കുകയാണ്. എങ്കിൽ എക്ക് എത്ര ദിവസം കൊണ്ട് ആ ജോലി പൂർത്തിയാക്കാൻ കഴിയുന്നതാണ്. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് എന്താ, ആദ്യം ഇവിടെ വർക്ക് എന്താണെന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, ടോട്ടൽ വർക്ക് എന്താണെന്ന് കണ്ടുപിടിക്കുക. അതിന് വേണ്ടിയിട്ട് ഈ 3-ന്റെ എന്തെടുക്കുക, ഈ 3-ന്റെയും LCM കണ്ടുപിടിക്കുക കേട്ടോ. LCM അതിന് വേണ്ടി 20 30 60 LCM എല്ലാം 10-ന്റെ മൾട്ടിപ്പിൾ അല്ലേ, ഞാൻ 10 വെച്ച് എടുത്ത ആദ്യമേ. ബാക്കി 2 3 6 2 വെച്ച് ഒരു പ്രാവശ്യം 3 6-ൽ 2 3 പ്രാവശ്യം വീണ്ടും 3 പ്രാവശ്യം 1 1 1. അപ്പൊ LCM എത്ര ഇടുക, എല്ലാം ഇൻറ്റു ചെയ്യും. LCM എത്ര കിട്ടും? 10 2 20 20 3 എത്ര 60 എന്ന് കിട്ടും. ബാക്കി ഒന്നല്ലേ. അപ്പൊ LCM എത്ര കിട്ടി? 60 കിട്ടി ആണല്ലോ. ഓക്കെ, 60 കിട്ടി. ഈ 60 എന്ത് ചെയ്യുക, അവിടെ വർക്കാണെന്ന് വിചാരിക്കുക, ടോട്ടൽ വർക്കാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ 60 ആണ് വർക്ക്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓരോരുത്തരും ചെയ്യുന്ന വർക്ക് എന്ന് പറയുമ്പോൾ ഇപ്പൊ എ അവിടെ എക്ക് വർക്ക് എത്ര? 20 ദിവസം ആണല്ലോ. ഓക്കെ, അപ്പൊ എയുടെ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ 60/20 ആണ്. ഓക്കെ, എയുടെ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ 60/20 ആണ്. എത്ര? 3. ബിയുടെതോ 60/30 എത്ര? 2. സിയുടേത് 60/60 എത്ര? 1. ഇതോടെ എഫിഷ്യൻസി ആണ്, അത് വർക്ക് ചെയ്യാനുള്ള ഒരു എബിലിറ്റിയാണ്. പറഞ്ഞില്ല 3 2 1 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഓരോ 3 ദിവസവും ബിയും സിയും സഹായിക്കുന്നതാണ്. അപ്പോ ചെയ്യുന്ന വർക്ക് നോക്കാം നമുക്ക്. അതായത് ആദ്യത്തെ 2 ദിവസം ബി ആണ് വർക്ക് ചെയ്യുന്നത് ആണല്ലോ. ആദ്യത്തെ 2 ദിവസം ബി വർക്ക് ചെയ്യുന്നു 3. അടുത്ത ദിവസം 3 ആണല്ലോ. ഓക്കെ, ആദ്യത്തെ 2 ദിവസം എന്ത് ചെയ്തു, എ മാത്രം വർക്ക് ചെയ്ത്. അടുത്ത 3-ാമത്തെ ദിവസം എന്ത് ചെയ്യൂടാ, എയും ബിയും സിയും എന്ത് ചെയ്യൂടാ, വർക്ക് ചെയ്യും ആണല്ലോ. ബിയും സിയും സഹായിക്കുകയും ചെയ്യുന്നല്ലോ. അപ്പൊ ആദ്യത്തെ 2 ദിവസം എ മാത്രമാണ് ചെയ്യുന്നത്. 3-ാമത്തെ ദിവസം എന്തേ ഉള്ളൂ, ബിയും സിയും ഹെൽപ്പ് ചെയ്യേണ്ടി വരത്തുള്ളൂ ആണല്ലോ. ഓക്കെ, അപ്പൊ ഈ 3 ദിവസം കൊണ്ട് ചെയ്ത വർക്ക് നോക്കിയേ എത്ര?
3 ദിവസത്തെ വർക്ക് എത്ര? 3 3 6 9 11 12 എന്ന് കിട്ടും. ആണല്ലോ. 3 ദിവസത്തെ വർക്ക് എത്ര? 12 ആണ്. ഓക്കെ. അപ്പൊ 3 ദിവസത്തെ വർക്ക് 12 ആണെങ്കിൽ ഇവിടെ എൽസി ഇവിടെ ടോട്ടൽ വർക്ക് എത്ര? 60 അല്ലേ? ആണല്ലോ. ടോട്ടൽ വർക്ക് 60 ആണ്. ഓക്കെ, 60 ആണ്. ഒരു 3 ദിവസം കൊണ്ട് 12 വർക്ക് ചെയ്തു എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 5 എന്ന് കിട്ടും. ആണല്ലോ. ഓക്കെ. അപ്പൊ 3 ദിവസം കൊണ്ടാണ് ഒരു 12 ചെയ്തത് ഇല്ലേ? 3 ദിവസം കൊണ്ട് 12 ചെയ്തത്. ഇനി എന്ത് ചെയ്യുക? കിട്ടിയ 5 എന്ത് ചെയ്യുക? 3 കൊണ്ട് ഇൻറ്റു ചെയ്യാം. പറയാൻ പറ്റുമോ? അതായത് ഓരോ 3 ദിവസവും കൂടുമ്പോഴും എന്ത് ചെയ്യും? ഓരോ 3 ദിവസം കൂടുമ്പോഴും അവർ 12 ദിവസം വർക്ക് ചെയ്യാണ്. അങ്ങനെ 5 പ്രാവശ്യം വരും എന്നാണ്. പറയാൻ പറ്റുമോ? ഓക്കെ. ഓരോ 3 ദിവസം കൂടുമ്പോഴും ഒരു 12 ദിവസം എന്ത് ചെയ്യുന്നു? ഓരോ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യുന്നു? അങ്ങനെ എത്ര പ്രാവശ്യം? 12 എത്ര പ്രാവശ്യം വരുന്നുണ്ട്? 5 പ്രാവശ്യം വരെയല്ലേ? അപ്പോ 3 വെച്ച് അങ്ങനെ 5 പ്രാവശ്യം വരും. 3 × 5 എത്ര കിട്ടൂടാ? 15 എന്ന് കിട്ടും. അപ്പൊ 15 ദിവസം കൊണ്ട് നീ ഒരു ജോലി പൂർത്തിയാക്കുമെന്ന് കിട്ടും. ഓക്കെ ആണോ? അപ്പോ മൊത്തം 3 ദിവസം കൊണ്ട് 12 വർക്ക് തീരും. ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അത് വെച്ച് എന്ത് ചെയ്യാം? 3 ദിവസം കൊണ്ട് 12 വർക്ക് തീരുമല്ലോ. അപ്പോ ഒരു ദിവസം കൊണ്ട് എത്ര? ശരാശരി ഒരു ദിവസം കൊണ്ട് 4 വർക്ക് ആയിരിക്കും ശരാശരി, ആവറേജ് ആണല്ലോ. ഇനി ടോട്ടൽ വർക്ക് 60 ആണ്. 60 എത്ര? 4 5 ചെയ്യുക. അങ്ങനെ ചെയ്താൽ എത്ര കിട്ടും? 15 കിട്ടും. അപ്പൊ 3 ദിവസം കൊണ്ട് ടോട്ടൽ 12 ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഒരു ദിവസം ശരാശരി എത്ര? 4 ആയിരിക്കും ചെയ്യുന്നത്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ 60 ആവാനായിട്ട് 60/4 ചെയ്യുക. എത്ര? 15 ദിവസം വേണം. അങ്ങനെയും ചെയ്യാം, എന്തോന്നും ചെയ്യാം. ഓക്കെ. അടുത്ത ചോദ്യം. ഇത് SCRT ക്വസ്റ്റ്യൻ ആണ്. 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ അടുത്തൊരു പ്രോഗ്രഷൻ. ഓക്കെ. അത് സമാന്തര ശ്രേണിയല്ലോ, അടുത്തൊരു സീക്വൻസ്. ആ ഒരു ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. 3/4 അതായത് 3/4 3/4 1.5 1.5 2 and 1/4 2.4. അത് 3/4 1.5 2.4. ഈ ശ്രേണിയിലെ പദമല്ലാത്തത് ഏതാണ്? ഈ ശ്രേണിയിലെ പദമല്ലാത്തത് ഏതാണ്? ഇവിടെ വെച്ചാൽ 3/4 അടുത്ത് 1.5 എന്ന് പറയുമ്പം 3/4 വേണമെന്നത് 1.5 എന്ന് പറയുന്നത് ഇല്ലേ? 3/4 ഭാഗം ചെയ്യുമ്പോൾ അല്ലേ 1.5 ആവുന്നത്? ആണല്ലോ. ഓക്കെ. അടുത്ത് 1.5യും ഇവിടെ എത്ര? 2.4 അല്ലേ? അതിൽ 1.5യുടെ കൂടെയും 3/4 ഭാഗം കൂട്ടുമ്പോഴെന്ത് ഇവിടെ 2.4 കിട്ടുന്നത്. വെയിറ്റോ? 3/4 1.5. 1.5യും 3/4 ആകുമ്പോൾ എന്തായി? 2.4. ഓക്കെ. അടുത്ത് 3/4 ഭാഗം കൂട്ടുക. 2.4ും 3/4 ഇടുമ്പോൾ എന്തായി? 2.4 3/4 ഇടുമ്പോൾ എന്താവും? 3 എന്നാവും. 2.4 3/4 ഭാഗം കൂടെ ആകുമ്പോൾ എന്താവൂടാ? തൊട്ടടുത്ത് 3 എന്ന് കിട്ടും. പിന്നീടോ ഈ ശ്രേണിയിലെ പദമല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചുള്ളത്. ഈ ശ്രേണിയിലെ പദമല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചുള്ളത്. അപ്പൊ 3 എന്തായാലും ഈ ശ്രേണിയിലെ പദമാണ് ഇല്ലേ? അപ്പൊ 3 വരത്തില്ല, 3 അല്ല. അടുത്തോ 3 കഴിഞ്ഞിട്ട് അടുത്ത് 3/4 കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 3/4 എന്ന് വരും ഇല്ലേ? 3/4 എന്ന് വരും. ആണല്ലോ. 3/4 കഴിഞ്ഞ അടുത്ത് 3/4 ഭാഗം പിന്നെയും കൂട്ടുമ്പോൾ എത്ര ഇടാം? 4.5 വരുന്നത്. 4.5. 4 വരുമോ? 4 വരത്തില്ല. അപ്പൊ ആൻസർ 4 ആണ്. ഓക്കെ ആണോ? ഓക്കെ. ഇത് നമ്മൾ നോർമലി ചിന്തിക്കുന്ന രീതിയിൽ എടുക്കുന്നത്. അതായത് എന്താ കോമൺ ഡിഫറൻസ്, പൊതു വ്യത്യാസം എത്ര? 3/4 ആണ്. അപ്പൊ എന്ത് ചെയ്യാം? 3/4 ഭാഗം വെച്ച് കൂട്ടി പോവാ. പറഞ്ഞല്ലോ ചിലർക്ക് എന്ത് ചെയ്യില്ല, 3/4 ഭാഗം വെച്ച് കൂട്ടാൻ ചിലപ്പം അറിയണമെന്നില്ല. അത് അതായത് 3/4 1.5 അല്ലെ 1.5 എത്രയാണ്? 2.4. അങ്ങനെ പോവും. ഓക്കെ. അത് ചിലപ്പോൾ ഒന്നുമില്ല, എല്ലാവർക്കും കിട്ടണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? അവിടെ പൊതു വ്യത്യാസം കണ്ടുപിടിക്കാം. പൊതു വ്യത്യാസം D എന്ന് പറയുമ്പോൾ എന്താ? രണ്ടാമത്തെ പദം മൈനസ് ആദ്യ പദം. രണ്ടാമത്തെ പദം മൈനസ് ആദ്യ പദം ഈക്വൽ ടു 1 മാറ്റി എങ്ങനെടാ? ക്രോസ് ചെയ്യുക. 2 × 1 പ്ലസ് ഇവിടെ നീ കേട്ട് 1 × 1 പ്ലസ് 1/2 മൈനസ് 3/4 ഈക്വൽ ടു 2 × 1 2 അല്ലേ? 2 × 1 2 ആണ്. പ്ലസ് 1 3/2 എന്ന് കിട്ടും. 3/2 മൈനസ് 3/4. ഞാൻ 2 കൊണ്ട് മേലിൽ എന്താ ഇന്ത്യയാണ്. അതായത് താഴെ 4 ആക്കാനായിട്ട് പറഞ്ഞിട്ടില്ല. ഇപ്പം 4 അല്ലേ? ഇപ്പം 4 കൊണ്ട് ഇവിടെ 4 ആക്കാനായിട്ട് ഇൻഡ്യൂ ചെയ്ത്. ഓക്കെ. ഇൻഡ്യൂ 3 × 2 6 6/4 എന്ന് വരും. മൈനസ് 3/4 ചെയ്ത് നോക്കടാ. ചെയ്ത ഒരേപോലെയാണ്. എന്ത് ചെയ്യുക? 4 അതുപോലെ ആയിട്ട് 6 - 3 3 കിട്ടി. കണ്ടോ? ഓക്കെ. ഇത്രയും സ്റ്റെപ്പോടെ വേണ്ടി വരും. പറഞ്ഞല്ലോ D കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ. അതുകൊണ്ട് സിമ്പിൾ ലോജിക്ക് വെച്ച് എന്ത് ചെയ്യുക? ആലോചിച്ച് ചെയ്യുക. ആദ്യം 3/4 1.5 3/4 1.5
കേട്ടല്ലോ. മുക്കാലും കാലും ആയാലോ, മുക്കാലും കാലും ആയി കഴിഞ്ഞാൽ എന്താ അവിടെ ഒന്നാവും. ഓക്കെ, മുക്കാലും കാലും ആയി കഴിഞ്ഞാൽ ഒന്നാവും. പിന്നെയോ അരയും കാലും മുക്കാല്, പിന്നെന്താ മുക്കാലും ഒന്നര, പിന്നെ മുക്കാലും അരയും എന്താവും, മുക്കാൽ ഭാഗവും അരഭാഗവും കൂടി ചേർന്ന് എന്താവും, ഒന്നേ കാലാവും. പറഞ്ഞിട്ടല്ലോ, അത് പഠിച്ചു വെച്ചോണേ. മുക്കാൽ ഭാഗവും അരഭാഗവും ചേർന്ന് എന്താവും, ഒന്നേ കാലാവും. കേട്ടല്ലോ, മുക്കാൽ ഭാഗവും അരയും കൂടെ ചേരുമ്പോൾ എന്താ അവിടെ ഒന്നേ കാലാവും. കേട്ടല്ലോ, ഒന്നേ കാലേ. മുക്കാൽ ഭാഗവും അരയുടെ എന്താവും, ഒന്നേ കാലാവും. ഓക്കെ, ഓർമ്മിച്ചോണേ. ഓക്കെ, അപ്പോ ഇതിലെന്ത് ചെയ്യാം, മുക്കാൽ ഭാഗം എന്ത് ചെയ്യാം, കൂട്ടി എഴുതി പോവാ. കണ്ടല്ലോ, അതായിരിക്കും നല്ലത്. മുക്കാൽ ഒന്നര. അടുത്തത് ഇവിടെയോ ഒന്നരയും മുക്കാൽ ഭാഗം കൂട്ടിയപ്പോ എന്താ ഇവിടെ ഒന്നരയില്ലേ, അരയും മുക്കാലും എത്ര കാലെന്ന് പറഞ്ഞു ഓർമ്മയുണ്ട, ഒന്നേ കാലെന്ന്. ഓക്കെ, അതുകൊണ്ടാണ് ഒന്നരയും മുക്കാലും എത്ര രണ്ടേ കാലായി. അത് പിന്നെ മുക്കാൽ ഭാഗം കൂട്ടുമ്പോൾ എത്ര 3 കിട്ടും. അടുത്തത്രയും വരുന്നത് 3:45 4:30 ആയിരിക്കും. അടുത്തത്ര വരും 4:30 മുക്കാലും 5:15 എന്ന് വരും. 5:15, അടുത്ത 6 കിട്ടും. ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. കണ്ടല്ലോ, 6 എങ്കിൽ അടുത്ത 6:45, അടുത്ത 7:30, 8:15, 9, ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഓർമ്മിച്ചോണേ. അത് 17/7.5 17/7.5 ബൈ 17/3.5 ഇൻറ്റു 17/4.5 ഈക്വൽ ടു 17 ക്വസ്റ്റ്യൻ മാർക്കാണ് ചോദിച്ചുള്ളത്. നമുക്കറിയാം, നമ്മളിപ്പം ചെയ്യുമ്പോൾ ആദ്യം ഡിവിഷൻ, ഹരണമാണ് ആദ്യം ചെയ്യുന്നത് ആണല്ലോ. അപ്പൊ ആദ്യം ഇത് ചെയ്യാം. ഹരണമാണ്. അപ്പൊ എന്ത് ചെയ്യാം, 17/a/m ബൈ a/n എന്താ, a/m-n ആണല്ലോ. a/m-n ആണ്. അപ്പൊ 17/7.5 മൈനസ് 3.5 ഇൻറ്റു 17/4.5 എന്ന് വരും. ഈക്വൽ ടു ഇവിടെ മൈനസ് ചെയ്യുമ്പോൾ എത്ര 7.5 3.5 മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 4 എന്ന് കിട്ടും. ഓക്കെ, 7.5 3.5 5 കുറച്ച് എത്ര 4. ഓക്കെ, 4 ഇൻറ്റു 4.5 ചെയ്യുമ്പോൾ എന്താ അതുപോലെ a/m ഇൻറ്റു a/n ഈ ഒരു ഫോമിലാണ് എന്ത് ചെയ്യണം അവിടെ, ഇൻറ്റു ആണെങ്കിൽ m+n വെച്ച് ചെയ്യാം. കേട്ടല്ലോ, m+n വെച്ച് ചെയ്യാം. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാം, പ്ലസ് ചെയ്യാം. 17/4 പ്ലസ് 4.5 ഈക്വൽ ടു 17 എത്ര കിട്ടും, 4 പ്ലസ് 4.5 8.5 അത് കിട്ടും. ഓക്കെ, ഓർമ്മിച്ചു ആ ഇക്വേഷൻ പഠിച്ചു പോകണം. ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇത് 9ാം ക്ലാസ് CBSE ആ ഒരു മോഡലൊക്കെ വരുന്നതാണ് കേട്ടോ, അവർക്ക് പഠിക്കാനൊക്കെ ഉണ്ട് ഇതേപോലെ ഈ ഒരു മോഡലൊക്കെ പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത SCRT ക്വസ്റ്റ്യൻ ആണ്. SCRT 8ാം ക്ലാസ്സിൽ അവർ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കൂട്ടുപലിശ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട് കേട്ടോ, കൂട്ടുപലിശ. ആ ഒരു ചാപ്റ്ററിന് എടുത്ത ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, അപ്പോ ഓരോ വർഷവും 15% വീതം ഈ വേസ്റ്റ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. 2020 ഏകദേശം 20 കോടി ടൺ ഈ വേസ്റ്റ് ഉണ്ടെന്നാണ് കണക്കാക്കുന്നത്. എങ്കിൽ 2024 ആകുമ്പോൾ എത്ര ടൺ ഈ വേസ്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് ചോദ്യം. ഓക്കെ, അവിടെ നമ്മൾ ക്വസ്റ്റ്യനിൽ 20 കോടി ടൺ എന്നാണ് ആണല്ലോ. ആൻസർ ചോദിച്ചാൽ 2024 ആകുമ്പോൾ എത്ര ടൺ ഈ വേസ്റ്റ് ഉണ്ടാകും എന്ന് ചോദിച്ചുകൊണ്ട് ആണല്ലോ. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് ചെയ്യടാ, മൊത്തം 20 കോടിയാണല്ലോ. നമുക്ക് 20 കോടി ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഓപ്ഷനിൽ എന്താണ് അവിടെ അത്രയും കോടി ടൺ ആ ഒരു ഫോമിലാണ് ഉള്ളത്. കണ്ടോ, 20.82 34.98 15.64 ആ ഒരു ഫോമിലൊക്കെ അല്ലേ ആണല്ലോ. അപ്പൊ എന്ത് ചെയ്യാ, 20 കോടി അത്രയും ചെയ്യാൻ നിൽക്കേണ്ട 20 ടൺ ചെയ്താൽ മതി കേട്ടോ. 20 ടൺ ചെയ്യാം, 20. എന്നിട്ട് ഓരോ വർഷവും 15% വീതം ഈ വേസ്റ്റ് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ എന്ത് ചെയ്യാ, 15% കൂടി, ഒരു സാധനത്തിന്റെ വില 15% കൂടി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സാധാരണ 100-നോടെ 15 കൂട്ടും ആണല്ലോ ഇല്ലേ. അതായത് ഒരു സാധനത്തിന്റെ വില 15% കൂട്ടി എന്ന് പറയണം. അപ്പൊ എന്ത് ചെയ്യും, നമ്മള് ആ ഇപ്പോൾ വിലയോട് എന്ത് ചെയ്യുക, 115% കണ്ടുപിടിച്ച പോരെ. അതായത് ഇപ്പൊ ഒരു ഡ്രസ്സ് വന്നെങ്കിലും അതിന് 10% വില കൂട്ടി എന്ന് പറയണം. അപ്പൊ എന്ത് ചെയ്യുക, 110% കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ 20% വില കുറച്ചു എന്ന് പറഞ്ഞാലോ അവിടെ 80% കണ്ടുപിടിച്ചാൽ മതി. പറഞ്ഞിട്ടല്ലോ, ഒറ്റ സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക, 80% കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ഇവിടെ 15% കൂട്ടി എന്ന് പറയുമ്പോൾ അടുത്ത 115 ആണ്. 115%.
ഓക്കെ, നമുക്ക് ചോദിച്ചുള്ളത് 2020 തന്നിട്ടുണ്ട്, 2024 ചോദിച്ചുള്ളത്. 2020 EVS ഉണ്ട്, 2024 എന്ന് പറയുമ്പം 2021 വേണം, 22 വേണം, 23 വേണം, 24 വേണം. ഓക്കെ, 4 പ്രാവശ്യം വരും. അങ്ങനെ കൊണ്ട് എന്ത് ചെയ്യാം, 4 പ്രാവശ്യം എന്ത് ചെയ്യാം കൊടുക്കുക, 4 പ്രാവശ്യം എന്ത് ചെയ്യാം. അത് ഓരോ വർഷവും 15 വെച്ച് എന്ത് ചെയ്യണം, കൂടിക്കൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് 4 പ്രാവശ്യം കൊടുത്തത്. കണ്ടല്ലോ. ഇനി 0 എണ്ണം ക്യാൻസൽ ചെയ്തു. എന്നിട്ട് 2 10 അല്ല കിടക്കട്ടെ, 2 കിടക്കട്ടെ, നമുക്ക് 2 ഉണ്ട്, 10 ഉണ്ട്. ഓക്കെ, കഴിയുന്നതും ഛേദത്തിലുള്ള പൂജ്യങ്ങൾ അല്ലെങ്കിൽ 10കൾ എന്ത് ചെയ്യുക, കഴിയുന്നതും വെട്ടിച്ചേരാതിരിക്കുക. കണ്ടല്ലോ. ഛേദത്തിലുള്ള 0 വരുന്ന സംഖ്യ, അല്ലെങ്കിൽ 10 ഉണ്ടെങ്കിൽ കഴിയുന്നതും 10 ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, 10, 100, 1000 ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കഴിയുന്നതും വെട്ടിച്ചേരാതിരിക്കുക. കണ്ടല്ലോ. പൂർണ്ണമായിട്ടും വെട്ടി പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്യാൻസൽ ആയി പോകുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തത് ചെയ്യാനായിട്ട് പോകരുത്. പറഞ്ഞല്ലോ, മെനക്കേടാണ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, കൊണ്ട് വായിക്കേണ്ടേക്ക് വരും. കണ്ടല്ലോ. ഇവിടെ എന്ത് ചെയ്യാം, അവിടെ അങ്ങ് ഇൻറ്റു ചെയ്യാം. ഇവിടെ ഇൻറ്റു ചെയ്യാം. 115 × 115 115 11 വന്നു 132 25. കേട്ടോ. അത് വീണ്ടും 115 115, അതുകൊണ്ട് തന്നെ 132 25 ബൈ 1 എത്ര പൂജ്യം ഇടാം, 1 3 5 7 പൂജ്യം 4 5 6 7 പൂജ്യം. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, ഞാൻ കാൽക്കുലേറ്റർ ഒന്നും ചെയ്യണേടാ, സമയമില്ല. നമുക്ക് എന്ത് ചെയ്യാം, അല്ലാതെ ചെയ്തപ്പോ 13 25. ഓക്കെ, ഇൻറ്റു 1 3 5 ഇൻറ്റു 2 ഈക്വൽ ടു 3 4 9 8 0 1 2 5 0 ബൈ 7 പൂജ്യം 1 2 3 4 5 6 7. ഒരു പൂജ്യം വെട്ടി എടുത്താ. ബാക്കി എന്ത് ചെയ്യാം, ബാക്കി 6 പൂജ്യം ഉണ്ട്. അപ്പൊ 6 സ്ഥാനം മാറ്റി പോയിന്റ് എടുക്കേ. ഓക്കെ, 1 2 3 4 5 6 സ്ഥാനം മാറ്റി പോയിന്റ്, അതായത് 34.98 എന്ന് കിട്ടും. കേട്ടോ. ഓക്കെ, അല്ല വെട്ടിച്ചു കഴിഞ്ഞാൽ അവിടെ എന്ത് ഇടാം, അവിടെ പൂർണ്ണമായിട്ട് പോകത്തില്ല. പിന്നെ നമ്മൾ ഗുണിച്ചതിന് ശേഷം എന്ത് ചെയ്യേണ്ടി വരും, പിന്നെ അടുത്ത് വീണ്ടും വായിക്കേണ്ടി വരും. പറഞ്ഞിട്ടല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യാം, താഴെ 10 അല്ലെങ്കിൽ 10ന്റെ മൾട്ടിപ്പിൾ ഒക്കെ ഉണ്ടെങ്കിൽ, 10ന്റെ മൾട്ടിപ്പിൾ ഒന്നുമില്ല, 10ന്റെ പവർ ഉണ്ടെങ്കിൽ, 10 100 1000 കൊണ്ട് എന്ത് ചെയ്ത് അവിടെ 0 വെച്ച് നമുക്ക് മാക്സിമം വെട്ടി പോകുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, വെട്ടി ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ വെട്ടി ചെയ്യരുത്. പറഞ്ഞിട്ടല്ലോ. ചില 10നെ ക്യാൻസൽ കിട്ടുന്നത് പോലെ 5 എന്നോ 2 എന്നോ ഒക്കെ എന്ത് ചെയ്യും, അല്ലെങ്കിൽ 25 എന്നൊക്കെ എന്ത് ചെയ്യും, അവിടെ എഴുതി വയ്ക്കും. പറഞ്ഞല്ലോ, മെനക്കേടാണ്. അതിനെ കണ്ട് എന്ത് ചെയ്യാം, താഴെ 10ന്റെ പവർ ആണെങ്കിൽ എന്ത് ചെയ്തത് ക്യാൻസൽ ചെയ്യരുത്. മേലിനായി 0 വെച്ച് വെട്ടി പോകി വെട്ടി ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ കഴിയുന്നത് എന്ത് ചെയ്യുക, വെട്ടി ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കേട്ടല്ലോ. അപ്പൊ 34.9 ആൻസർ. അടുത്ത ചോദ്യം, ഒരു വശം 2 സെന്റിമീറ്റർ ആയ സമചതുരത്തിൽ വികർണം വൃത്തത്തിന്റെ വ്യാസമാണ്. വികർണം വൃത്തത്തിന്റെ വ്യാസമാണ് എങ്കിൽ വൃത്തത്തിന്റെ ചുറ്റളവ് എത്ര എന്നാണ് ചോദിക്കുന്നത്. ഒരു വശം 2 സെന്റിമീറ്റർ ആയ സമചതുരത്തിൽ വികർണം വൃത്തത്തിന്റെ വ്യാസം ആണെന്നുണ്ട്. ഞാനതിപ്പോ വരയ്ക്കാനടാ. വികർണം വൃത്തത്തിന്റെ വ്യാസം, അതായത് വൃത്തത്തിന്റെ വികർണവും വൃത്തത്തിന്റെ വ്യാസവും എന്താ സമചതുരത്തിന്റെ വികർണവും രണ്ടും തുല്യമാണെന്നുണ്ട്. ആണല്ലോ. സമചതുരത്തിന്റെ ഒരു വശം എത്ര എന്നുണ്ടാ, ഒരു വശം 2 എന്നുണ്ടേ. ആണല്ലോ. അങ്ങനെയാണെങ്കിൽ വികർണം കാണാനായിട്ട് വികർണം d equal to a√2 ആണ്. വികർണം d equal to equation a√2 ആണ്. അപ്പൊ എന്ത് കിട്ടും, ഈക്വൽ ടു 2√2 എന്ന് വരും. ഓക്കെ, അതായത് സമചതുരത്തിന്റെ ഒരു വശം എത്രയാണോ ഇൻറ്റു √2 ചെയ്താൽ എന്ത് കിട്ടും, അതിന് വികർണം കിട്ടും. ഓർമ്മിച്ചു വേണം. പിന്നെ ഇത് വെച്ച് പരപ്പളവിന് ഇക്വേഷൻ ഓർമ്മയുണ്ടോ, വികർണം തന്നിട്ട് പരപ്പളവ് സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്, d²/2. ഓർമ്മയുണ്ടോ, പഠിച്ചോണം. അതായത് വികർണം തന്നിട്ട് സമചതുരത്തിന്റെ വികർണം തന്നിട്ട് അതിന്റെ പരപ്പളവ് ചോദിച്ചാൽ എന്താണ്, d²/2
2 ആണ്. പറഞ്ഞല്ലോ പഠിച്ചോണേ, മുമ്പ് ചോദിച്ചുള്ളതാണ്, ഇനിയും ചോദിക്കും. ഇവിടെ വികരണം എത്ര ഇട്ടാ 2√2 എന്ന് കിട്ടി ആണല്ലോ. അപ്പൊ ഇത് വ്യാസം എത്ര തന്നെ? അപ്പോ വ്യാസവും എത്ര തന്നെയാണ്? 2√2 തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ആരം എത്ര ഇടാ? ആരം ഇതിന്റെ പകുതി വരും ആണല്ലോ. വ്യാസത്തിന്റെ പകുതിയാണ് ആരം. ഈക്വൽ ടു എത്ര ഇട്ടാ? √2 എന്ന് കിട്ടും. ഓക്കെ. ഇനി അതിന്റെ ചുറ്റളവ് ചോദിച്ചാൽ ചുറ്റളവ് ഈക്വൽ ടു എന്ത് ചെയ്യാ? ചുറ്റളവിന്റെ ഇക്വേഷൻ എന്താ? 2πr ആണല്ലോ. 2πr ആണ് ചുറ്റളവിന്റെ ഇക്വേഷൻ. 2πr ആണ്. അപ്പൊ 2π ഇൻറ്റു ആരം √2 ഇൻറ്റു എത്ര കിട്ടും? 2√2 π എന്ന് വരും. അത്രയും സെന്റിമീറ്റർ. ഓക്കെ. 2√2 π എന്ന് വരും. അപ്പൊ വൃത്തിന്റെ ചുറ്റുള്ള ഇക്വേഷൻ 2πr ആണ്. ഓർമ്മിച്ചോളെ 2πr. ഓക്കെ. അല്ലാന്നുണ്ടെങ്കിൽ വൃത്തിന്റെ വ്യാസം അറിയാമെങ്കിലേ, ചുറ്റളവ് എന്താണ്? dπ ആണ് കേട്ടല്ലോ. വ്യാസം d ആണെങ്കിൽ ഇൻറ്റു പൈ ചെയ്തെങ്കിൽ എന്ത് കിട്ടും? ചുറ്റളവ് കിട്ടും. ഓർമ്മയാണോ? കേട്ടല്ലോ. അതായത് ചുറ്റളവ് 2πr അല്ലേ? 2 ഇൻറ്റു r ഉണ്ടല്ലോ. 2 ഇൻറ്റു r ആണ് എന്റെ വ്യാസം എന്ന് പറയുന്നത്. പറഞ്ഞല്ലോ ആരെന്ന് വെച്ചാൽ വ്യാസം, ആരത്തിന്റെ ഇരട്ടിയാണ് വ്യാസം. ആരത്തിന്റെ ഇരട്ടിയാണ് വ്യാസം. നമുക്ക് ഇക്വേഷൻ എന്ത്? അവിടെ 2ഉം r ഉണ്ടല്ലോ. ആ 2 ഇൻറ്റു r ആണ് എന്താ അവിടെ വ്യാസം d ആയിട്ട് വരുന്നത്. കണ്ടല്ലോ, ഓർമ്മിച്ചോണേ. അപ്പൊ 2πr അല്ലെങ്കിൽ dπ. വ്യാസം അറിയാമെങ്കിൽ ഇൻറ്റു പൈ ചെയ്താൽ എന്ത് കിട്ടും? ചുറ്റളവ് കിട്ടും. വ്യാസം അറിയാമെങ്കിൽ ഇൻറ്റു പൈ ചെയ്താൽ ചുറ്റളവ് കിട്ടും. അല്ലെങ്കിൽ 2πr വെച്ച് ചെയ്യാം ആരാണെങ്കിൽ. കണ്ടല്ലോ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത കമ്പ്യൂട്ടർ എന്ന വാക്കിനെ PMOCRETU എന്ന് എഴുതാമെങ്കിൽ ഡെസിഫർ എന്ന വാക്കിനെ എങ്ങനെ എഴുതാന്നാണ്. നോടാ, രണ്ട് വാക്ക് തമ്മിൽ എന്ത് വരുന്നുണ്ടോ? കമ്പ്യൂട്ടർ, മറ്റേതാണ് PMOCRETU ആണല്ലോ. എന്ത് പറഞ്ഞാ? അതായത് സി അവിടെ ഉണ്ട്, ഒ ഉണ്ട്, എം ഉണ്ട്, പി ഉണ്ട്. കണ്ടല്ലോ. അതായത് COMP ഉണ്ടല്ലോ. ആ COMP ആണ് അവിടെ എഴുതുന്നത്. കണ്ടോ? ആ COMP ആണ് ഇവിടെ തിരിച്ചു എഴുതിയിട്ടുള്ളത്. കണ്ടല്ലോ, തിരിച്ച്. ഫസ്റ്റ് ലെറ്റർ എന്ത് ഇവിടെ? നാലാമതും, O മൂന്നാമത്, M രണ്ടാമത്, P എത്ര? ആദ്യം. ആദ്യം 4 എണ്ണം തിരിച്ചു എഴുതിയിട്ടുണ്ട്. കണ്ടല്ലോ. അടുത്ത എന്താണ്? അടുത്ത 4 എണ്ണം എന്തുണ്ട് ഇവിടെ? വീണ്ടും തിരിച്ച്. R ആദ്യം എഴുതി, E എഴുതി, T എഴുതി, U എഴുതി. കണ്ടോ? ഓരോ 4 എണ്ണം വെച്ച് എന്ത് ചെയ്യണം? ഇവിടെ തിരിച്ച് എഴുതാൻ പറഞ്ഞല്ലോ. അപ്പൊ ഇവിടെ ഡെസിഫർ എന്നൊരു ആദ്യം 4 എണ്ണം. ആദ്യം 4 എണ്ണം എന്താ? DECI ആണ്. അപ്പൊ ആദ്യം ഏതാ എഴുതുക? I എഴുതുക. I. അടുത്ത എവിടാ? അടുത്ത് CED ആണല്ലോ. തിരിച്ച് എഴുതുക. ICED എന്ന്. ഓക്കെ. അത് ബാക്കിയുള്ള PHER അതും തിരിച്ച് എഴുതുക. REHP. ഏതാണുള്ള? ഫസ്റ്റത്തെ ഓപ്ഷനാണ്. ഓക്കെ ആണോ? ഓക്കെ, കിട്ടുമല്ലോ. ജസ്റ്റ് ഓരോ 4 എണ്ണം വെച്ച് അവിടെ തിരിച്ചങ്ങ് എഴുതും. അത്രേ ഉള്ളൂ. കേട്ടല്ലോ, എളുപ്പമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഓയുടെ അച്ഛനാണ് M. ഓയുടെ അച്ഛനാണ് M എന്നുണ്ട്. ക്യൂയുടെ മകനാണ് P. പിന്നെ എമ്മിന്റെ സഹോദരനാണ് N. പിയുടെ സഹോദരിയാണ് O. എങ്കിൽ N-ഉം Q-യും തമ്മിലുള്ള ബന്ധം എന്നാണ് ചോദിക്കുന്നത്. നമുക്കൊന്ന് വരയ്ക്കാം. അപ്പം എന്ത് ചെയ്യാം? ഓയുടെ അച്ഛനാണ് M എന്നല്ലോ. അപ്പൊ ഓയുടെ അച്ഛനാണ് M. ഞാൻ മേലോട്ട് കൊടുക്കണേ. ഓയുടെ അച്ഛനാണ് M. അപ്പം M അച്ഛനാണ്, പുരുഷനാണ്. ഞാൻ പ്ലസ് കൊടുത്തു. ഓക്കെ. അപ്പൊ ഓയുടെ അച്ഛനാണ് M. ഞാൻ ഇവിടെ പുരുഷന്മാർക്ക് പ്ലസ് ഒന്നും സ്ത്രീകൾക്ക് മൈനസും കൊടുത്ത് ആണ്. കണ്ടല്ലോ, മാർക്ക് വരിക്കാനായിട്ട്. അപ്പൊ ഓയുടെ അച്ഛനാണ് M എഴുതിയല്ലോ. അടുത്ത് ക്യൂയുടെ മകനാണ് P. ക്യൂവിന്റെ മകനാണ് P എന്ന് പറയുമ്പോൾ ക്യൂ നമ്മൾ പറഞ്ഞില്ലല്ലോ, ഒന്നും പറയുന്നില്ല. അതുകൊണ്ട് തൽക്കാലം അവിടെ നിൽക്കിയിട്ട് ബാക്കി നോക്കുക. എമ്മിന്റെ സഹോദരനാണ് N. അപ്പൊ എമ്മിന്റെ സഹോദരനാണ് N. ഒരു വരെ കൊടുത്തു. N എമ്മിന്റെ സഹോദരനാണ്. അപ്പൊ അവിടെ എന്താണ്? പ്ലസ്. അടുത്ത് ഇനി പിയുടെ സഹോദരിയാണ് O. അപ്പൊ പിയുടെ സഹോദരിയാണ് O എന്ന് പറയുമ്പോ ഇവിടെ
പിയും ഓയും. അപ്പൊ പിയുടെ സഹോദരിയാണ് ഓ. അവിടെ മൈനസ് കൊടുത്തു. ഓയും എന്താണ്? അപ്പൊ സഹോദരി ഇല്ലേ, അപ്പൊ മൈനസ്. എങ്കിൽ എന്നും ക്യൂ നമ്മളെ ബന്ധമാണ് ചോദിക്കുന്നത്. ഇനി ഒരെണ്ണം വിട്ടുകളാ. ഈ ആദ്യം പറഞ്ഞല്ലോ ക്യൂവിന്റെ മകനാണ് പി എന്നുണ്ടല്ലോ, ക്യൂവിന്റെ മകനാണ് പി എന്ന്. അപ്പൊ ക്യൂവിന്റെ മകനാണ് പി എന്ന് പറയുമ്പം ക്യൂവും എമ്മും നമ്മളെ ബന്ധം എന്തായിരിക്കും അവിടെ? ഭാര്യയും ഭർത്താവും ആയിരിക്കും. എമ്മയുടെ പുരുഷൻ എന്ന് പറഞ്ഞു ആണല്ലോ. എമ്മ പുരുഷനായതുകൊണ്ട് ക്യൂ എന്തായിരിക്കും? സ്ത്രീ ആയിരിക്കും. എമ്മ പുരുഷനാണ്, അല്ലെങ്കിൽ എന്താ അവിടെ അച്ഛനാണ് അതല്ലോ. അപ്പൊ എന്താ ക്യൂ ആയിരിക്കും എന്ത്? അമ്മ. ഓക്കെ, അപ്പൊ ക്യൂ ആണ് അമ്മ. ഇനി എന്നും ക്യൂ നമ്മളെ ബന്ധമാണ് ചോദിച്ചുള്ളത്. എന്നും ക്യൂ നമ്മളെ ബന്ധം. അപ്പൊ ക്യൂവിന്റെ ആരുടെ എന്നെ നോക്ക്, ക്യൂവിന്റെ ഭർത്താവാണ് എം ആണല്ലോ. ക്യൂവിന്റെ ഭർത്താവാണ് എം. അപ്പൊ ക്യൂവിന്റെ ഭർത്താവിന്റെ സഹോദരനാണ്. ഭർത്താവിന്റെ സഹോദരനാണ് എന്ത്? എന്ന് ആണല്ലോ. അപ്പൊ ഭർത്താവിന്റെ സഹോദരൻ എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ എന്ത് പറയും? നമ്മളൊക്കെ ആണെങ്കിൽ ഇപ്പം എന്റെ ഇപ്പൊ എന്താ എന്റെ ഭാര്യയുടെ അനിയന നമ്മൾ എന്ത് പറയും? അളിയൻ എന്നല്ലേ പറഞ്ഞത്? അളിയൻ. ഓക്കെ, അളിയൻ എന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ എന്താ? അളിയൻ. പക്ഷേ സാധാരണ ഇവിടെ ഭാര്യയുടെ എന്താ ഭാര്യയും പിന്നെന്താ ഭർത്താവിന്റെ അനിയൻ നമ്മൾ ബന്ധമാണ് ചോദിക്കുന്നത് ആണല്ലോ. അപ്പൊ ഈ ഭാര്യയുടെ എന്താ അല്ലെ ക്യൂവിന്റെ ഭർത്താവിന്റെ അനിയനാണ് അല്ലോ. ക്യൂവിന്റെ ഭർത്താവിന്റെ അനിയനാണ്. പക്ഷെ ക്യൂ ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ അളിയാന്നൊന്നും അങ്ങനെ വിളിക്കാറില്ല. നമ്മള് സാധാരണ പ്രയോഗത്തിൽ എന്തില്ല, അങ്ങനെ ഇല്ല പറഞ്ഞല്ലോ. എന്നിരുന്നാലും ഇത് നോർമലി ഇവിടെ 4 ഓപ്ഷനിൽ അളിയിൽ മാത്രമേ എന്ത് പറ്റുള്ളൂ, നമുക്ക് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടല്ലോ. അപ്പൊ ഈ ബി ഓപ്ഷൻ മാത്രമേ അവിടെ പോസിബിൾ ആയിട്ടുള്ളൂ വെച്ച് വേണം. ഓക്കെ, ബാക്കിയൊന്നും വരാൻ സാധ്യതയില്ല കേട്ടല്ലോ. അപ്പൊ ഭർത്താവിന്റെ അനിയനാണ്, അതുകൊണ്ട് അളിയൻ കേട്ടോ. അങ്ങനെ ഗമിച്ചാൽ. അടുത്ത ചോദ്യം. ഓക്കെ, ഇവിടെ 10, 12, 15, അടുത്ത് 68 ഉണ്ട്, 20 ഉണ്ട്, 51 ഉണ്ട്, 38 ഉണ്ട്, 27 ഉണ്ട്. അടുത്തത് നമ്പർ എന്താണ്? മിസ്സിംഗ് ആണ്. ഈ നമ്പർ ഏതാണ് ചോദിച്ചോളൂ. നോക്കൂ, ഓരോന്നായിട്ട് നോക്കടാ. അവിടെ ഇവിടെ 10 എത്ര വന്നത്? 12 വന്നു ആണല്ലോ. 10 ആയിരുന്നു, ഇവിടെ എന്തായി? 12 ആയി, അടുത്ത് 15 ആയി. എന്തെങ്കിലും പ്രത്യേകം ഉണ്ടാവും? 10 12 ആയി, അടുത്ത് 15 ആയി. അതായത് അവിടെ 2 കൂടി, അടുത്ത് എത്ര കൂടി? 3 കൂടി ആണല്ലോ. 15 ആയി. അവിടെ 15 20 ആയപ്പോഴോ 5 കൂടി ഉണ്ടോ. അടുത്ത് 27 ആയപ്പോഴോ അടുത്ത് 7 കൂടി. 2, 3, 5, 7 ഒറ്റ സംഖ്യ പോയാണ് പോകുന്നത്. ഇനി അടുത്തൂടെ നോക്കുക. 27, 38 എത്ര? 11 കണ്ട. 9 ഇല്ല. 2, 3, 5, 7 11 അപ്പൊ എന്തോ നമ്പേഴ്സ് ആണ്. 2, 3, 5, 7 എന്നോടാ 5, 7, 11 എന്തോ നമ്പേഴ്സ്? അഭാജ്യ സംഖ്യകൾ കേട്ടല്ലോ. അഭാജ്യ സംഖ്യകളാണ്. അതാ പ്രൈം നമ്പേഴ്സ് കേട്ടല്ലോ. പ്രൈം നമ്പേഴ്സ് ആണ്. ഓർമ്മിച്ചോണം. അടുത്തോടെ നോക്ക് ആണെന്ന്. 11 അടുത്തെത്ര? 51 അല്ലേ. എത്ര കൂട്ടിയത്? 38 13 കൂട്ടിയത്. ഓക്കെ, 13 കൂട്ടിയത്. 13. അടുത്ത് എന്ത് ചെയ്തു? 51 എത്ര കൂട്ടുക? 17 കൂട്ടി. ഓക്കെ, 13 കൂട്ടി, ഇവിടെ 17 കൂട്ടി. ഓക്കെ, ഇനി 68 കൂടെ എന്ത് ചെയ്യുക? എത്ര കൂട്ടുക? അടുത്തത് 17 കഴിഞ്ഞിട്ട് അടുത്ത് വരുന്ന അഭാജ്യ സംഖ്യ നോക്കുക. 17 അടുത്ത് വരുന്ന എത്ര? 19 അല്ലേ. 19. 68 + 19. 9 8 17, 1 ഷിഫ്റ്റം 6 7 8 87 കണ്ടല്ലോ. അപ്പൊ അഭാജ്യ സംഖ്യയാണ് ഇതുപോലെ ഗ്രൗണ്ട് ചെയ്ത് കൂട്ടി വരുന്നത്. കിട്ടുമല്ലോ. ഓക്കെ, അപ്പൊ ഇത്രയാണ് 10 ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാം ഉണ്ടോ നോക്കുന്നത് ശ്രദ്ധിക്കുക. ഓക്കെ, 51 ഉണ്ട്. കിട്ടുള്ള ഈ സംഖ്യകളൊക്കെ വെച്ച് ഓർമ്മിച്ചോണേ. സംഖ്യകളൊക്കെ കണ്ടല്ലോ. സ്തൂപിക സംഖ്യകള്, പിന്നെന്താ ത്രികോണ സംഖ്യകള്, സമചര സംഖ്യകളൊക്കെ കണ്ടല്ലോ. ഓർമ്മിച്ചോണേ. പിന്നെ 52, 53, 54, 55, 59. ഓക്കെ, എല്ലാ ചോദ്യമുണ്ട്. നോക്കിയത് കഴിഞ്ഞ വീഡിയോയിൽ ഇടയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ വിട്ടുപോയി. അതുകൊണ്ടാണ് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയത് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാ, അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു കേട്ടല്ലോ. അപ്പൊ ഇതുപോലെ അടുത്ത LD ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, അല്പം ബുദ്ധിമുട്ട് തോന്നും. അതുകൊണ്ട് എന്ത് ചെയ്യും, കൃത്യമായിട്ട് എന്ത് ചെയ്യാം, SC ആയിട്ട് കൂടെ കുറച്ചുകൂടെ നന്നായിട്ട് എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്ത് പഠിച്ചു പോകാൻ പറഞ്ഞിട്ടല്ലോ. ഈ കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ SC ആയിട്ട് പാഠഭാഗം ചോദ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ പരീക്ഷ LDCക്ക് SC ആയിട്ട് ഉറപ്പായിട്ടും ചോദ്യം ഉണ്ടാവും. അതുകൊണ്ട് കൃത്യമായിട്ട് പഠിച്ചു പോവാം. ഓക്കെ, അപ്പൊ ഈ ക്ലാസ്സിൽ ഇന്ന് കേട്ടതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കേൾക്കുക, എന്ത് ചെയ്യുക, കമന്റിൽ ഇട്ടയക്കുക.
പറഞ്ഞില്ല. അല്ലെങ്കിൽ ടെലഗ്രാം ചാനൽ ലേൺ ഫോർ PSC എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക കേട്ടോ. ലേൺ ഫോർ PSC ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് മാത്സുമായി ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്ത് ചെയ്യാം, അതിൽ ജസ്റ്റ് ഫോട്ടോ എടുത്തോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, ജസ്റ്റ് ഫോർവേഡ് ചെയ്ത് എന്ത് ചെയ്യാം, ആ ഗ്രൂപ്പിൽ ഇടാവുന്നതാണ്. ഓക്കെ, ഉറപ്പായിട്ടും ചെയ്തിട്ട് എന്ത് ചെയ്യും, ആൻസർ തിരിച്ച് ഇടുന്നതായിരിക്കും. ഓർമ്മിച്ചോണം. അപ്പോൾ ഇത് കഴിയുന്നതും ആ ഗ്രൂപ്പിൽ കൂടെ ഒന്ന് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായവർ എന്ത് ചെയ്യുക, എല്ലാവരും ചാനൽ എന്ത് ചെയ്യാം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പറഞ്ഞല്ലോ വീഡിയോ കാണുന്ന പലരും എന്ത് ചെയ്യുന്നില്ല, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും എന്ത് ചെയ്യുക, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.